ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങളുടെ റൂമിൽ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നേക്കോട്ടെ. സായിതാണ് ഇവിടെ സാധനങ്ങളൊക്കെ നോക്കാം സെലക്ട് ചെയ്യുന്നത്. എടാ മറ്റേ കൊട്ട എടുക്കണ്ടേ? എടാ ഒരു കൊട്ട എടുക്കണം. സവാളക്ക് ഇവിടെ 1 kg 28 രൂപീസ്. നമ്മുടെ നാട്ടിൽ 25 രൂപീസ് ആ ലെവൽ. തക്കാളിക്ക് വളരെ റേറ്റ് കുറവാണ്. വളരെ റേറ്റ് കുറവാണ്. 229 രൂപീസ് കേജിക്ക്. ഈ തക്കാളിക്കാണ് 339 രൂപീസ്. ഇവിടുത്തെ കോടീശ്വരന്മാരും ബാർബർമാരും എടുത്തോ. ഞങ്ങളത് സവാള എടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഓൾറെഡി ഇല്ല, റൂമിലില്ലേ? ഞാൻ അടുത്ത ഏതാ വേണ്ട? സായിദാട്ടോ ബിരിയാണി ഉണ്ടാക്കണേ. സായിദിന്റെ സ്പെഷ്യൽ ബിരിയാണിയാണെന്ന്. കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ആ എടുത്തോ. അടുത്തത് ആ കുറച്ചെടുക്കണം. എന്നാ വേണ്ട, അടുത്തെടുക്കാം. അടുത്ത് നോക്കാം. യെസ്. ചിക്കൻ്റെ സെക്ഷൻ ചിക്കന് മീറ്റ് ഫുൾ ചിക്കന് ചിക്കൻ ഉള്ളത്. പിന്നെ 1 kg ഇവിടെ ചിക്കൻ ഇങ്ങനെ ആയിരിക്കും. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ GCC രാജ്യങ്ങളുള്ള പോലെ തന്നെ 1 kg അല്ലേ? അത് മതി. റേറ്റ് എന്താടാ? റേറ്റ് ഇതിൽ കാണിക്കില്ലേ? 1.74 ഉണ്ട്. റേറ്റ് നോക്കി തരാം. ഇതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനാ എമൗണ്ട് കിട്ടും? 274 രൂപ കേട്ടോ ഈ ചിക്കൻ. ഓക്കെ, അടുത്തത് ബിരിയാണി അരി. എടുക്കണം ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അടുത്ത പാക്കറ്റ് അരി പോട്ടെ. ഇഞ്ചി എടാ, ഇഞ്ചി സൈഡിലുണ്ടായല്ലോ. എവിടെ? ആ ഇഞ്ചി ഉണ്ട് 56 രൂപ കേട്ടാ ഇഞ്ചിക്ക്. പയ്യെ റൂമിലോട്ട് കയറുവാണ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട്. നമ്മുടെ റൂമിന്റെ സാധനങ്ങളുണ്ട്. നമ്മുടെ റൂമിന്റെ താക്കോലൊന്ന് കാണിച്ചാടാ. സ്ക്രൂ ഡ്രൈവർ പോലെയാണ് ഈ നാട്ടിൽ ഇവിടുത്തെ താക്കോല്. വെറൈറ്റി താക്കോല, നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ. എല്ലാം കൂടി പർച്ചേസ് ചെയ്തിട്ട് 1000 രൂപ റേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ പയ്യെ നമ്മളത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ കേട്ടാ. ചിക്കൻ കട്ടിങ്. അതല്ലടാ, നന്നാക്കുവാണ് ഗൈസ്. നല്ല അടിപൊളി കുക്കാട്ടാ. ഇതേ വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ ഇതാണ് ഫ്രിഡ്ജ് കേട്ടോ. അവിടുത്തെ ഒരു ഓവൻ ഉണ്ട്. ഓരോ പരിപാടികളാട്ടോ. കട്ട് ചെയ്യുന്നു, ഒരാളെ സവാള അരിയുന്നു, മുൻസതെ വെളുത്തുള്ളി അരിയുന്നു. അതെ, ഇപ്പൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള ചെറിയൊരു ബിരിയാണി കേട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ സ്പൈസി അല്ലാതെ
യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അതെ. എന്ത് ചെയ്യാൻ പോണേ? ഓക്കെ. തൈര് കുറച്ച് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി കുറച്ച് പോലെ ആടാ ഇഞ്ചി അരിയാനുള്ള ചതക്കാളാണ്. അത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തൽക്കാലം അതിലിട്ട് ചതയ്ക്കാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കട്ടോ, ഈ മസാലകൾ പിടിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ് ഷെഫാണ് ഞങ്ങളാ. സിംഗിളാണ്, നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറയുക. നെയ്യിൻ്റെ ഇടണം, നമുക്ക് നെയ്യ് ഇട്ടാത്തോളം ബട്ടർ കുറച്ച് ഓയിലും കൂടി ചേർക്കണം. ഇതിന്റെ ടേസ്റ്റ് മിക്സ് ആകുമ്പോൾ എല്ലാ അടിപൊളിയായിരിക്കും. കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ചേർത്തിട്ടുണ്ട് നമ്മുടെ സിയാദ്. സായത് കുറച്ചുള്ളി, 2 ഒനിയൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ആയിരുന്നു. ബ്രൗൺ കളർ ആവണം, ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പേസ്റ്റ് ആണ് ചേർക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ തക്കാളിക്ക് നല്ല എമൗണ്ട് ആണ്. തക്കാളി നമ്മൾ ചേർക്കുന്നില്ല, പകരം ഈ ഒരു ഐറ്റമാണ് ചേർക്കുന്നത്. ഞാൻ തങ്ങളുടെ ഇളക്കളത് ബിരിയാണി മസാലന്റെ മസാല ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് ബിരിയാണി മസാല. പയ്യെ ഇളക്കി കൊടുക്കുവാണ്. ഇതൊന്ന് വാടണം. സമയം ഇവിടെ ഇപ്പൊ 10:11 മണിയായിട്ടാ. രാത്രിത്തെ ഫുഡ് ഇപ്പോഴേ ഉണ്ടാക്കണം. കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച്, 1.5 കപ്പ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നേരെ ഫുള്ള് ഇതിലോട്ട് ഇടുന്നുണ്ട്. ഇളക്കങ്ങൾ കൊടുക്കും വെച്ചാൽ മസാല മൊത്തം പിടിച്ചിട്ടുണ്ട് ചിക്കനിൽ. ഇവന് ഇളക്കാൻ ബെസ്റ്റ് ആയതുകൊണ്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇടുന്നുണ്ടോ? കുറച്ച് മല്ലിയില ഫ്ലേവറിന് വേണ്ടിയിട്ട് തിളച്ച് വരുവാണ് കേട്ടോ. എന്നെ കിട്ടുന്ന പെണ്ണിന് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കൂല, അത് വേറെ കാര്യം. ചിക്കൻ ഇവിടെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ അരി ഒന്ന് വാഷ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഏകദേശം ഒരു 1 kg 900 ഗ്രാമിൻ്റെ 900 ഗ്രാം എടുത്ത് അരിയുണ്ട്. അത് അങ്ങ് പൊട്ടിച്ചാലോ? അത് പൊട്ടിക്കണം.
എനിക്ക് തോന്നുന്നില്ല അതിൽ പോകുന്ന ഇത് തോന്നുന്നു. മതിയാവും അല്ലേ? ഇത് മതി തൽക്കാലം. ഓക്കെ, നമ്മൾ 900 ഗ്രാം അരി ഇട്ടിട്ടുണ്ടേ. ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം. ഇവിടെ കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്. ഓയിലൊക്കെ വെച്ചു. അതുപോലെ കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഇളക്കിയിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. നേരെ അതിലോട്ട് കൊടുക്കണം. 5 കപ്പ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അരിയിൽ. നമ്മൾ തിളപ്പിച്ച് ഊറ്റാണ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ അരിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല. തിളപ്പിച്ച് ഊറ്റാന്നുള്ള പരിപാടിയിലാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പയ്യെ ഇത് വെന്തുകൊണ്ടിരിക്കുവാണേ. ഇവിടെ തന്നെ നമ്മൾ റൈസും വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എനിക്കറിയില്ല. ഇനി ഇവൻ്റെ പ്രിപ്പറേഷനാണ് മൊത്തം. അല്ലെങ്കിൽ ഈ ഒന്നും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. പിന്നെ പയ്യെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളത് റൈസും ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. പയ്യെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. സാലഡിന് വേണ്ടിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഒന്ന് പയ്യെ വന്നിട്ടുണ്ടേ. ഞങ്ങൾ ദമ്മിടാൻ പോവുകയാണ് ചോറ്. ഇനി ദമ്മിടാൻ പോവാണ്. അപ്പോൾ ഓരോ ഗ്രാഫിയാ ചിക്കൻ ഭാഗമായിട്ടുണ്ട്. നമ്മൾ റൈസ് നേരെ നമ്മൾ ഈ റൈസ് ഇട്ടിട്ട് ദമ്മിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. പയ്യെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ്. ദമ്മിട്ട് വെക്കാനുള്ള പ്ലാൻ കേട്ടോ. മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ചിക്കൻ്റെ അടുത്ത റൈസ് മസാല അടിയിൽ ചോറിനൊപ്പം മസാല കുറച്ച് കൂടുതലുണ്ട്. കുറച്ച് കൂടുതലിട്ടു ഞാന്. നമ്മൾ നേരെ ഇത് അടച്ചു വെച്ച് ദമ്മാക്കാൻ പോവാണ്. അടച്ചു വെച്ച് ദമ്മാക്കാൻ പോവാ. ഇത് ദമ്മിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് നമുക്ക് നോക്കാം എന്താ അവസ്ഥയാണ് കേട്ടോ. എല്ലാം നമ്മുടെ ചെക്കൻ്റെ സ്കില്ലാണ്. എല്ലാം സമയം ഏകദേശം രാത്രി 12 മണി കഴിഞ്ഞിട്ടാ. ബിരിയാണിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. നമ്മുടെ ചെക്കൻ്റെ പ്രിപ്പറേഷനാണ്. നമുക്ക് ബാക്കി കാണാം. പ്രിപ്പറേഷനാണ്. ക്യാബേജ് അറിഞ്ഞുകൊണ്ടിരിക്കുവാണ്. ആരോ അരിഞ്ഞു വെച്ചായിരുന്നു വലിയൊരു കഷ്ണാക്കി ഒന്നുകൂടെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമ്മളിവിടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സാലഡുകളുണ്ട്. നമ്മുടെ മന്തി ചിക്കൻ ബിരിയാണി നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ആഡ് ചെയ്തത് നേരെ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. സാലഡിന് വേണ്ടിയിട്ട് ഉപ്പിടാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. സമയം 12:30 ആവാറായി. ചെക്കൻ്റെ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സലാഡിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഉണ്ടാക്കി എനിക്കറിയാം ബാക്കി എങ്ങനെ ഇടണമെന്ന്. നല്ല കിടിലൻ സാധനം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി.
കലക്കം സാലഡ് ഞാൻ കഴിച്ചതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാലഡ്. നമ്മുടെ ചെക്കൻ്റെ പ്രിപ്പറേഷൻ കലക്കം സാലഡ്. കണ്ണും നട്ട് നോക്കിക്കുവാണ് നമ്മുടെ ദമ്മിട്ട ബിരിയാണിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കുളമൊന്നും ആവില്ല, ഇതൊന്നും പ്രശ്നമല്ലേ. ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇത് എപ്പോൾ ആവുമെന്നൊരു പിടുത്തവും ഇല്ല. രാത്രി 12:30 കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ടുള്ള നമ്മുടെ ചെക്കൻ്റെ പ്രിപ്പറേഷന് വേണ്ടി കാത്തിരിക്കുവാണ് ഗൈസ്. ഓട്ടിക്കാൻ പോവാണ്. ഏകദേശം നമ്മളൊരു 20 മിനിറ്റോളം മാറ്റി വെച്ചല്ലേടാ, 25 മിനിറ്റ്സ് മാറ്റി വെച്ച്. നല്ല പണിവാളി. ഇല്ല, നല്ല കലക്കം ബിരിയാണിയാണ് കേട്ടോ. ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ചെക്കൻ്റെ പ്രിപ്പറേഷനാണ്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇതേ നല്ല മലബാറി ബിരിയാണി വെച്ചിട്ടുമാണ് നമ്മുടെ ചെക്കൻ. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതേ മാറ്റിക്കൊണ്ടിരിക്കുവാണ്. ദമ്മ പൊട്ടിച്ചു. ബാക്കി നമുക്ക് നോക്കാം അല്ലേ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. അതേ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിത് പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല അടിപൊളി സ്മെല്ല് കേട്ടോ. ബിരിയാണി എടുത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. കഷ്ടപ്പെട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നേക്കുവാണ്. ഇപ്പൊ സമയം 1 മണിയാവാറായി. രാത്രി 1 മണിയാവാറായി. നമ്മള് സാലഡ് എടുത്ത് സൈഡിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ ഉണ്ടാക്കിയ ബിരിയാണി നമ്മൾ കഴിച്ചു പോവാണ്. ഒരു പീസ് ചിക്കനും സാലഡും ചെറുതും. നല്ല ബിരിയാണിയാണ്. നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയാണ്. നല്ല ബിരിയാണിയാണ്. വളരെ നന്ദിയുണ്ട്. 1 മണിയായി രാത്രി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തന്നാൽ നമ്മുടെ ചെക്കനും കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.